കേരളം എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അതായത് വർഷത്തിൽ പകുതിയിലധികം മാസങ്ങളും മഴ സമൃദ്ധമായി ലഭിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം അപേക്ഷിച്ചുകൊണ്ട് കേരളം ഇത്രമാത്രം നല്ലൊരു കാലാവസ്ഥയുള്ള സ്ഥലമായിട്ട് നിൽക്കുന്നത്? ഇതിന്റെ കാരണം നമ്മുടെ ഹൈ റേഞ്ച് അഥവാ സഹ്യപർവ്വത നിരകൾ അല്ലെങ്കിൽ പശ്ചിമഘട്ടമാണ് എന്ന് നമുക്കറിയാം. വേനൽക്കാലത്ത് മഴക്കാലമായിരുന്നെങ്കിലെന്നും മഴക്കാലത്ത് വേനൽക്കാലമായിരുന്നെങ്കിലെന്നും ആശിച്ച് ഈ രണ്ട് കാലഘട്ടത്തിന്റെയും വില അറിയാതെ കടന്നു പോകുന്നവരാണ് ഭൂരിപക്ഷം മലയാളികളും. എങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ആരെങ്കിലും ഇത്ര കാലമായിട്ടും എങ്ങനെയാണ് നമുക്ക് ഈ മഴ ലഭിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആകാശം മുട്ടെ നിൽക്കുന്ന ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഹിമാലയ പർവ്വത നിരകൾ കൊണ്ടാണ് കേരളത്തിലും ഇതുപോലെ മഴ ലഭിക്കുന്നതെന്ന് എത്ര പേർക്ക് അറിയാമായിരുന്നു? നമ്മുടെ പശ്ചിമഘട്ടം മാത്രമല്ല, അങ്ങ് ദൂരെ കിടക്കുന്ന ഹിമാലയ പർവ്വത നിരകളും കൂടിയാണ് നമുക്ക് ഈ മഴ സമ്മാനിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് എപ്പോഴും നിശ്ചിതമായ കാലയളവിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം മഴ പെയ്യുന്നത് എന്ന് നമ്മളൊന്ന് അറിയേണ്ടതാണ്. ഓരോ മഴയും പെയ്യുമ്പോൾ ഇത് കേവലം ഒന്ന് ആസ്വദിക്കുന്നതിനപ്പുറം ഇതെങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് ചിന്തിക്കേണ്ടതല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു പോകാം. മൺസൂൺ ആണ്. അതായത് മൺസൂൺ എന്ന് പറഞ്ഞാൽ ഒരു വായു പ്രവാഹം അല്ലെങ്കിൽ ഒരു കാറ്റ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ കാറ്റിനോടൊപ്പം ഈ വലിയ വായു പ്രവാഹത്തോടൊപ്പം മഴമേഘങ്ങളും ഉണ്ടായിരിക്കും. ഈ മഴമേഘങ്ങളാണ് മഴ പെയ്യിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മഴ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഈ മൺസൂൺ ശ്രീലങ്കൻ തീരത്തോടനുബന്ധിച്ച് രണ്ടായി പിരിയുന്നു. അതായത് ഈ വന്ന മൺസൂൺ രണ്ടായിട്ട് പിരിയും. രണ്ടായി പിരിഞ്ഞതിൽ ആദ്യത്തെ ഭാഗം നമ്മുടെ കേരളത്തിന്റെ തീരത്തുകൂടി, അതായത് തിരുവനന്തപുരം തുടങ്ങി കേരളത്തിന്റെ തീരത്തോടെ, അതായത് അറബിക്കടലിന്റെ തീരത്തൂടെ ഇന്ത്യയുടെ മുകളിലേക്ക് പോകും. ഇങ്ങനെ പോകുന്ന പോക്കിലാണ് നമുക്ക് കാലവർഷം ലഭിക്കുന്നത്. അത് സമൃദ്ധമായി ലഭിക്കാനുള്ള കാരണം ഈ മൺസൂണിനെ, അതായത് ഈ മഴമേഘങ്ങളെ നമ്മുടെ പശ്ചിമഘട്ടം വളരെ വലിയൊരളവിൽ തടഞ്ഞു നിർത്തുകയും അങ്ങനെ ഇവിടെ സമൃദ്ധമായി മഴ ലഭിക്കുകയും ചെയ്യുന്നു. ആകെ നമുക്ക് ലഭിക്കുന്ന മഴയുടെ 70% ഈ മഴയാണ്. അതായത് ഈ മൺസൂൺ അങ്ങോട്ട് പോകുന്ന പോക്കില് നമുക്ക് ലഭിക്കുന്നതാണ് നല്ലൊരു ശതമാനം മഴയും. അങ്ങോട്ട് പോകുമ്പോൾ ഈ മൺസൂൺ ഒരു പ്രശ്നക്കാരനുമല്ല. ഇടിയും മിന്നലും ഒന്നും കൂട്ടിനുണ്ടാകില്ല. വളരെ സമാധാനപരമായ പെരുമഴയായിരിക്കും ലഭിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും തുടങ്ങി മംഗലാപുരം, ഗോവ, മുംബൈ, ഗുജറാത്ത് എന്നിങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന പോക്കിലെല്ലാം മഴ പെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം പോയ മൺസൂണിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടായി ശ്രീലങ്കൻ തീരത്ത് വെച്ച് പിരിഞ്ഞപ്പോൾ മറ്റേ പകുതി പോകുന്നത് തമിഴ്നാടിന്റെ തീരത്തുകൂടിയാണ്. അതായത് ഇന്ത്യയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് നിന്നും ഈ മൺസൂൺ ഇങ്ങനെ രണ്ടായിട്ടാണ് പോകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ കേരളത്തിലൂടെ പോയ മൺസൂൺ പോലെ ആയിരിക്കില്ല തമിഴ്നാടിന്റെ തീരത്തുകൂടി മുകളിലേക്ക് പോകുന്ന ഈ ഒരു മൺസൂൺ ഒരല്പം പ്രശ്നക്കാരനാണ്. കൊടുങ്കാറ്റും പേമാരിയും ഇടിമുഴക്കങ്ങളും എല്ലാം കൂട്ടിനുണ്ടാവും. ഒരു ഒറ്റാനെ പോലെയാണ് തമിഴ്നാടിന്റെ തീരത്ത് നിന്നും ഈ രണ്ടായി പിരിഞ്ഞ മൺസൂണിന്റെ ബാക്കി ഭാഗം പോകുന്നത് എന്ന് പറയാം. അതായത് 300 കിലോമീറ്റർ വ്യാസത്തിൽ 150 മുതൽ 200 കിലോമീറ്റർ വരെ വേഗത്തില് കൊടുങ്കാറ്റും പേമാരിയും ചുഴലിക്കാറ്റും എല്ലാം ഉണ്ടാക്കി സർവ്വനാശം വിതച്ചുകൊണ്ടാണ് പതിവായി ഒഡീഷയിലും ആന്ധ്രയിലും എല്ലാം പതിവായി കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും എല്ലാം ഉണ്ടാക്കാറുണ്ട് ഈ മൺസൂൺ. അപ്പോൾ ഒരേ സമയം തന്നെ രണ്ടായി പിരിഞ്ഞുപോയ ഈ മൺസൂൺ കേരളത്തിലൂടെ സമാധാനപരമായും തമിഴ്നാടിന്റെ തീരത്തോടെ, അതായത് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തോടെ പ്രശ്നക്കാരനുമായിട്ടാണ് പോകുന്നത്. ഈ രണ്ട് മൺസൂണുകളും ഒന്ന് ചേർന്ന് മഴ പെയ്യിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇന്ത്യയില്. അതിന്റെ പേരാണ് ഡൽഹി. ഈ രണ്ടായി പിരിഞ്ഞു പോയ ഈ രണ്ട് മൺസൂണുകളും ഇന്ത്യയുടെ ഡൽഹിയുടെ ഭാഗത്ത് വെച്ച് ഒന്നായി ചേരുകയും ഡൽഹിയിൽ ഒരുമിച്ച് മഴ പെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഈ മൺസൂൺ അങ്ങ് നേരെ മുകളിലേക്ക് പോകാൻ ശ്രമിക്കും. എന്നാൽ ആകാശം മുട്ടി നിൽക്കുന്ന ഹിമാലയ പർവ്വത നിരകളുടെ മുൻപിൽ ഒന്നും ചെയ്യുവാൻ കഴിയാതെ നേരെ പോയതുപോലെ തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഹിമാലയം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ വീണ്ടും നമുക്ക് മഴ ലഭിക്കാനുള്ള സാധ്യത കുറയും. അല്ലെങ്കിൽ പകുതി മഴയെ നമുക്ക് ലഭിക്കുമായിരുന്നുള്ളൂ. പശ്ചിമഘട്ട മലനിരകള് മഴമേഘങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുകയാണെങ്കിൽ ഹിമാലയത്തിനപ്പുറത്തേക്ക് പോകാൻ പോലും ഈ മൺസൂണിന് കഴിയില്ല. അതുകൊണ്ട് നേരെ തിരിച്ചു പോരും. സെപ്റ്റംബർ ആദ്യ മാസങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഹിമാലയം ബ്ലോക്ക് ചെയ്തിട്ട് ഈ മൺസൂൺ തിരിച്ച് യാത്രയാകുന്നത്. അതായത് സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന, കേരളത്തിൽ ലഭിക്കുന്ന മഴയെല്ലാം അങ്ങോട്ട് പോകുന്ന പോക്കിലാണ്. സെപ്റ്റംബറിന് ശേഷം നമുക്ക് ലഭിക്കുന്ന തുലാവർഷം, ആ മഴയാണ് ഈ തിരിച്ചു പോരുന്ന പോക്കില് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ മുംബൈയും ഗോവയും മംഗലാപുരവും എല്ലാം കടന്ന് ഒരു ഒക്ടോബർ
മാസത്തോടു കൂടി തുലാവർഷമായി ഈ മൺസൂൺ കേരളത്തിലെത്തും. അങ്ങോട്ട് പോയ പോലെ ആയിരിക്കില്ല ഇങ്ങോട്ടുള്ള വരവ് എന്ന് നമുക്കറിയാം. നല്ല ഇടിയും മിന്നലും ഒക്കെ കൂട്ടിനുണ്ടാകും. ആകെ മഴയുടെ ഏകദേശം 20% നമുക്ക് ഈ തുലാവർഷത്തിലാണ് ലഭിക്കുന്നത്. അതായത് ഹിമാലയം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു 20-30% മഴ നമുക്ക് കുറഞ്ഞു പോകുമായിരുന്നു. പിന്നീട് ഒരു 10% ഉള്ളത് വേനൽ മഴയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ആകെ 100% മഴ കേരളത്തിന് ലഭിക്കുന്നു. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തോടു കൂടി ഈ മൺസൂൺ തിരിച്ചു പോരുമ്പോൾ തമിഴ്നാടിന് കൂടുതലായി മഴ ലഭിക്കുന്നത് ആ തിരിച്ചു പോരലാണ്. അതായത് നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ കാലവർഷമായിട്ടാണ് ഏറ്റവും അധികം മഴ ലഭിക്കുന്നതെങ്കിൽ തമിഴ്നാടിന് തിരിച്ചിങ്ങോട്ട് പോരുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മൾ എത്രയോ കാലമായി, അല്ലെങ്കിൽ മലയാളി മഴയുടെ കാര്യത്തിൽ അനുഗ്രഹീതനാണ്. ഇങ്ങനെ കുറച്ച് മൺസൂണുകളുണ്ട്. അത് ഇന്ന മാസമാകുമ്പോൾ ഇങ്ങനെ ഓരോ തീരങ്ങളിൽ എത്തുന്നു, അത് രണ്ടായി പിരിയുന്നു, ഹിമാലയത്തിന് മുന്നിൽ മുട്ടുമടക്കി ഇത് തിരികെ പോരുന്നു, ഇങ്ങനെ ബാക്കി മഴ ലഭിക്കുന്നു. ഇതെല്ലാം അറിയാമായിരുന്നവര് എത്ര പേരുണ്ടായിരുന്നിരിക്കും? വളരെ കുറച്ച് പേരെ ഉണ്ടാവൂ. അപ്പോൾ ഇനി ഒരു മഴ പെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. നമുക്ക് ചുറ്റും നിരന്തരം നടക്കുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ എല്ലാം ശാസ്ത്രീയമായ ഒരു വശം ഒന്ന് അറിഞ്ഞു വെക്കുവാനുള്ള ശീലം തുടങ്ങുക. അതുപോലെ തന്നെ കുറച്ചധികം വിവരങ്ങൾ ഞാൻ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടെയും നൽകുവാൻ ശ്രമിക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം. പഞ്ഞിക്കെട്ട് പോലെ ആകാശത്ത് പാറി നടക്കുന്ന മേഘങ്ങളെ നാം എല്ലാം കാണാറുണ്ട്. ജലാശയങ്ങളിലെ വെള്ളം സൂര്യതാപം കൊണ്ട് നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് തണുത്താണ് മേഘമായി മാറുന്നത്. ആകാശത്ത് പാറി നടക്കുന്ന ചെറിയ ജലകണികകൾ, ഐസ് പരലുകൾ എന്നിവയുടെ കൂട്ടമാണ് മേഘം. നീരാവി ഘനീഭവിക്കാൻ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യവുമാണ്. മേഘങ്ങൾ നിംബസ്, ക്യൂമുലസ്, സ്ട്രാറ്റസ്, സിറസ് എന്നിങ്ങനെ പലതരത്തിലുണ്ട്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെ തട്ടിൽ രൂപം കൊള്ളുന്ന ഇരുണ്ട തവിട്ട് നിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്നവയാണ് നിംബസ് മേഘങ്ങൾ. ഈ മഴമേഘങ്ങളാണ് തുടർച്ചയായി മഴ പെയ്യ്ക്കുന്നത്. മഴമേഘം എന്നാണ് നിംബസ് എന്ന പദത്തിന്റെ അർത്ഥം. മറ്റ് മേഘങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ജലാംശം ഉൾക്കൊള്ളുന്നതിനാൽ സൂര്യപ്രകാശത്തെ പ്രസരിപ്പിക്കാൻ കഴിയാത്തതാണ് നിംബസ് മേഘങ്ങളുടെ ഇരുണ്ട നിറത്തിന് കാരണം. ആകാശത്തിന്റെ ഉയർന്ന തലങ്ങളിൽ കാണപ്പെടുന്ന തൂവൽക്കെട്ട് പോലെയുള്ള മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. മഞ്ഞ് കണങ്ങൾ മാത്രമുള്ള ഈ മേഘം മഴ പെയ്യിക്കില്ല. പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ. അതിശക്തമായ സംവഹന പ്രക്രിയയുടെ ഫലമാണ് ഈ മേഘങ്ങൾ. മൂടൽ മഞ്ഞിന്റെ തിരശ്ചീനമായ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. മോശമായ കാലാവസ്ഥയും മഴചാറ്റലും ഇവയുടെ സാന്നിധ്യത്തിന്റെ ഫലമാണ്. ലോകത്തിന്റെ പല ഭാഗത്തും മൺസൂൺ ഉണ്ടെങ്കിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മൺസൂണാണ് ഏറ്റവും കൃത്യവും ശക്തവും. തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്കുകിഴക്കൻ മൺസൂണുമാണ് ഇന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇതിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ഇടവപ്പാതി അഥവാ കാലവർഷം എന്നും വടക്കുകിഴക്കൻ മൺസൂൺ തുലാവർഷം എന്നും അറിയപ്പെടുന്നു. ഇടവം പകുതിയോടെ ആരംഭിക്കുന്ന കാലവർഷം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളും. തുലാമാസത്തിൽ വരുന്ന തുലാവർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പെയ്യുന്നു. കാലവർഷമാണ് കൂടുതൽ മഴ തരുന്നത്. ഇത് മൊത്തം മഴയുടെ ഏകദേശം 70% വരും. 7 ഞാറ്റുവേലകളിലൂടെയാണ് കാലവർഷം കടന്നു പോകുന്നത്. ഞാറ്റുവേല നോക്കി കൃഷി ചെയ്തിരുന്ന നമ്മുടെ പൂർവികർ ഞാറ്റുവേല തെറ്റുന്നത് നാടിനാപത്താണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. തുലാം മുതൽ മകരം വരെ നീളുന്ന മഴയാണ് തുലാവർഷം. ഒരു വർഷത്തെ ആകെ മഴയുടെ ഏകദേശം 20% തുലാവർഷത്തിൽ ലഭിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് ശക്തമായ ഇടിമുഴക്കത്തോടെ തുടങ്ങുന്ന തുലാമഴ രാത്രി വരെ നീണ്ടു നിൽക്കും. കാലവർഷത്തിനും തുലാവർഷത്തിനും പുറമെ ഏപ്രിൽ, മെയ് അഥവാ മകരം, കുംഭം, മീനം മാസങ്ങളിൽ കേരളത്തിൽ വേനൽ മഴയും ലഭിക്കാറുണ്ട്. ആകെ മഴയുടെ 10% ഇതിലൂടെയാണ് ലഭിക്കുന്നത്. ഇടമഴ, പടുമഴ എന്നും വേനൽ മഴ അറിയപ്പെടുന്നു. മഴയേക്കാൾ മഹത്തായി മാനം എന്തൊന്ന് നൽകിടാൻ. കുഞ്ഞുണ്ണിമാഷ് മാത്രമല്ല, കവിഹൃദയമുള്ള ആരും ഇങ്ങനെ പാടിപ്പോകും മലനാട്ടിൽ മഴ പെയ്യുന്നത് കണ്ടാൽ. മറ്റെന്തിനേക്കാളുമേറെ നമ്മുടെ കവികൾ മഴയെക്കുറിച്ച് എഴുതിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ. എന്നാൽ മലയാളിക്ക് മഴയോടുള്ള സ്നേഹം കേവലം എഴുത്തിൽ മാത്രം ഒതുങ്ങുകയാണ്. മഴയുടെ കൂട്ടുകാരനായ മരവും കാടുമൊക്കെ മലയാളി യാതൊരു വീണ്ടുവിചാരവുമില്ലാതെ നശിപ്പിക്കുന്നു. മഴയെ ജീവനാഡിയായി കണ്ട ആ പഴയ കാർഷിക സംസ്കാരവും ഇന്ന് നാം പാടെ മറന്നുകൊണ്ടിരിക്കുന്നു. സൂര്യന്റെ ചൂടുകൊണ്ട് ഭൂമിയിൽ നിന്നും വെള്ളം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. ഈ നീരാവി മഴമേഘമായി വായുവിൽ സഞ്ചരിക്കും. അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്നതിനിടെ എങ്ങനെയെങ്കിലും തണുക്കാനിടയായാൽ നീരാവി വീണ്ടും വെള്ളമാകും.
വെള്ളത്തുള്ളികളുടെ ഭാരം കൂടുന്തോറും വായുവിൽ പിടിച്ചു നിൽക്കാനാകാതെ അവ താഴേക്ക് പതിക്കുകയും ചെയ്യും. അതാണ് മഴ. കാറ്റിന്റെ വരവും പോക്കുമാണ് പ്രധാനമായും മഴയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. കാറ്റിന്റെ ദിശയും അതുമൂലമുണ്ടാകുന്ന മഴയെയും സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കാണ് മൺസൂൺ. മൺസൂൺ മഴയല്ല, കാറ്റാണ്. മഴയുമായി വരുന്ന കാറ്റ്. തണുപ്പുള്ള പ്രദേശങ്ങളിൽ നിന്നും ചൂടുള്ള സ്ഥലങ്ങളിലേക്കാണ് മൺസൂൺ വീശുക. ഇതൊരു കാലികവാദമാണ്. എന്നുവെച്ചാൽ നിശ്ചിത സമയത്ത് വഴിമാറിയെത്തുന്ന കാറ്റ്. ഇത് ഇടവിട്ട് ശക്തമാവുകയും ദുർബലമാവുകയും ചെയ്യും. കാലവർഷം, ഞാറ്റുവേലകൾ എന്നിവയോടൊക്കെ കെട്ടുപിണഞ്ഞതായിരുന്നു നമ്മുടെ പൂർവികരുടെ ജീവിതവും കൃഷിരീതികളും. പണ്ട് ഡച്ചുകാർ ഇവിടെ നിന്നും കുരുമുളക് കൊടി കടത്തിക്കൊണ്ടുപോയപ്പോൾ സാമൂതിരി രാജാവ് ഇങ്ങനെ പറഞ്ഞത്രേ: അവർക്ക് കുരുമുളകല്ലേ കടത്താൻ പറ്റൂ, നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാനാവില്ലല്ലോ.